സാർ CM ആയിരുന്നു. കളിയാക്കുന്നോടാ? അല്ല പിന്നെ ചില നേരത്തെ സാറിന് പഴയ നാടകത്തിലെ നാലണ പോലീസിന്റെ ഊര മേലാവിന്ന് ഫോൺ വരുമ്പോ ഇവിടെ എഴുന്നേറ്റ് അറ്റൻഷൻ ആവുക, ഫോണിൽ കൂടെ സല്യൂട്ട് ചെയ്യുക, അവിടെ ചീത്ത വിളിച്ച ഇവിടെ മൂത്രം ഒഴിക്കുക. നാണമില്ല സാറേ? അയ്യേ. എന്നിട്ട് ബോഡി എക്സാമിൻ ചെയ്തിട്ട് എനി ലീഡ്സ്? അങ്ങനെ ലീഡ്സ് ഒന്നും പറയാറായിട്ടില്ല. പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് മറ്റേ IG ബാലുവിന്റെ IG ബാലുവോ? നിന്റെ കീഴാഫീസറാണോടാ IG ബാലഗോപാലൻ സാർ. ബാലഗോപാലൻ സാർ. അദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടർ രത്നകുമാരി. ഷീസ് ടു ഗുഡ് എ പ്രൊഫഷണൽ. അങ്ങനെ ഒന്നും മിസ് ചെയ്തിട്ട് തോന്നുന്നില്ല. എക്സെപ്റ്റ് ഈ മുറിവ് അടികൊണ്ട പാടാ. എന്ന് വെച്ചാൽ കമ്പിളി കണ്ടൻ ജോസ് മരിക്കുന്നതിന് മുമ്പ് അടി കൊണ്ടിട്ട് 6 സ്റ്റിച്ച് ഇട്ട പാടും. അതുകൊണ്ട് സാർ ഇതൊരു ലീഡാണെന്നോ അത് അന്വേഷിക്കണമെന്നോ എന്നൊന്നും അറിയില്ല, ഒന്നും തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ഡോക്ടർ ഇത് ശ്രദ്ധിച്ചില്ല. മഹാസ്ട്രലിലും എൻക്വസ്റ്റ് റിപ്പോർട്ടിലും ഇത് എഴുതിയിട്ടുണ്ട്. ഡോക്ടറുടെ റിപ്പോർട്ടിൽ ഇത് മെൻഷൻ ചെയ്തിട്ടില്ല. അഥവാ അവരിത് നെഗ്ലക്ട് ചെയ്തു. അയ്യോ, മനഃപൂർവ്വം നെഗ്ലക്ട് ചെയ്തെന്നല്ല, അങ്ങനെ ആവണമെന്നുമില്ല. നീ അവരോട് ചോദിച്ചില്ലേ? ചോദിച്ചു. ഇതിന്റെ പേര് മോളിൽ നിന്ന് തെറിവെല്ലാം വരുവോ? നീ പറഞ്ഞു കുഴപ്പിച്ചോ? ഇല്ല സാർ, ഒരു IPS കാരന്റെ രണ്ടാം ഭാര്യയോട് ഒരു സാധാ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് ചോദിക്കാവുന്ന ലിമിറ്റിൽ അത്രയേ ചോദിച്ചുള്ളൂ. എന്നിട്ട് അവരെ വെർഷൻ കറക്റ്റ് ആണ്. മരണവുമായി ഈ മുറിവിന് ബന്ധമില്ല. ഇത് മരണ കാരണമോ കാരണങ്ങളിലൊന്നോ അല്ല. സോ ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യണമെന്നുള്ളതിന് നിയമവശാൽ വ്യവസ്ഥയില്ല. അങ്ങനെ പറഞ്ഞോ ഡോക്ടർ? പറഞ്ഞു സാർ. ഈ ജോസ് മരിക്കുന്നതിന് മുമ്പ്, അല്ല കൊല്ലപ്പെടുന്നതിന് മുമ്പ് ആരുമായ ആരോ ഭാരമുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. മടിയാകാം, ലാത്തി, ക്ലബ്ബ്, വാക്കിംഗ് സ്റ്റിക്ക്, ചുറ്റിക, എനിത്തിങ്. വെറും മടിയല്ല, ലോഹം. അങ്ങനെ എന്തോ കൊണ്ട് അടിച്ച മറ്റേ മോന്ത പൊട്ടിച്ചിട്ടുണ്ട്. മരിക്കുന്നതിന്റെ തലേദിവസം അല്ലെങ്കിൽ അതിന്റെ തലേദിവസം ഉണ്ടായ മുറിവാണ്. അതിൽ കൂടുതൽ കൃത്യമായി പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞോ ഡോക്ടർ? ഇല്ല. പിന്നെ കണ്ടാലറിയാം സാർ. ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിൽ മിനിമം എക്സ്പോഷറിൽ ഒരു സാധാ പോലീസുകാരൻ ഒരു ബോഡി കണ്ടാൽ, ഒടിവോ ചതവോ മുറിവോ കണ്ടാൽ ഒരുപാട് തെളിവുകൾ കിട്ടും. IPS കാരന്റെ കണ്ണിൽ അത് പെടണമെന്നില്ല. ഓഹോ, അതെന്താ സാർ? ഞങ്ങളെ പോലെയുള്ള കീഴ് ഓഫീസർമാര്, അതായത് ലോ റാങ്കിലുള്ള ഓഫീസർമാർ എഴുതി തരുന്ന റിപ്പോർട്ടുകളെ നിങ്ങൾ വായിക്കാറുള്ളൂ, ചത്തവന്റെ ബോഡി വായിക്കാറില്ല. വേണോടാ? വേണ്ട. ഇനി വേറെന്തെങ്കിലും ഉണ്ട് സാർ. ചോദ്യങ്ങളാണ്. അത് ശരി. അപ്പൊ നീ എന്നെ ചോദ്യം ചെയ്യാൻ പോവാണോ? യെസ്, മർഡർ ആണെന്ന് നിങ്ങൾ പറയുന്നു. എനിക്ക് ഉറപ്പില്ല. അങ്ങനെ ആവാം അല്ലേ? അതെ സാർ. ഈ മഹാനഗരത്തിൽ ഒരു വർഷം 100 കണക്കിന് കേസുകൾ ഉണ്ടാവുന്നു ഈ ഇനത്തിൽ. മർഡേഴ്സ്, അജ്ഞാത മൃതദേഹങ്ങൾ, അങ്ങനെ പലതും. അതൊന്നും ആരും അന്വേഷിച്ചു പോകാറില്ല, ഒന്നോട്ട് തെളിയാറുമില്ല അല്ലേ? അതെ. പിന്നെ ഇവന് മാത്രം എന്താണ് ഈ ഒരു പ്രത്യേകത? അത് ഇതൊരു മർഡർ ആണെന്ന് ആര് തീരുമാനിച്ചു സാർ? നിങ്ങളോ അതോ നിങ്ങൾ ഇത് ഏൽപ്പിച്ച മുഖ്യമന്ത്രി? ഇതിപ്പോ ഒരു മർഡർ ആണോ എന്ന് ചോദിച്ചാൽ CM അങ്ങനെ ഇൻഫർമേഷൻ ഉണ്ട് സാർ. നീ ഇപ്പൊ ഇത്രയൊക്കെ അറിഞ്ഞാ മതി. ബാക്കി വഴി അറിയണം. ചോദിക്കും. ആരോട്? മുഖ്യമന്ത്രിയോടോ? എന്നാ സാർ ചോദിക്കണോ? പാർട്ടി തെരഞ്ഞെടുപ്പിന്റെ രഹസ്യ ഗ്രൂപ്പ് യോഗം കഴിഞ്ഞ് ഇന്ന് രാത്രി ഗസ്റ്റ് ഹൗസിൽ എത്തുന്നില്ലേ മൂപ്പലെ? നമുക്കൊന്ന് ചോദിച്ചാലോ സാർ? ഇവൻ എന്റെ തല തെറിപ്പിക്കും. രാത്രി ഗസ്റ്റ് ഹൗസില് CM കാണുന്നു. ലോ റാങ്കിലുള്ള ഒരു പോഴനാണെങ്കിലും നിന്നെ കൂടെ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്. ഷാർപ്പ് 9 PM. ലാൽ സലാം. CM, ഇനി ഒന്ന് ശ്വാസം വിട്ടെ. അയ്യോ CM, ശ്വാസം പിടിക്കാനല്ല. നല്ല ആളോടാ. കൊല്ലങ്ങളായിട്ട് ഇങ്ങനെ ശ്വാസം കെട്ടിപ്പിടിച്ച് നടക്കുന്നതിന്റെയാ ഇപ്പോഴീ ശ്വാസം വിടാനുള്ള ബുദ്ധിമുട്ട്. ഇപ്പോ വേറെന്തെങ്കിലും തോന്നുന്നുണ്ടോ സാർ ബുദ്ധിമുട്ടായിട്ട്? കേൾക്കുന്നില്ലേ? എന്തുവാ? അതായത് നമ്മള് രാവിലെ ഒരു കട്ടനും കൂടി ചേച്ചിച്ചതിരിക്കുമ്പോ ശരിയാവുന്നില്ല. വായ്ക്ക് രുചിയായിട്ടൊരു ശോധനയില്ല. എന്റെ ഭഗവതി, സത്യം. അത് മാത്രം ഒന്ന് ശരിയായി കിട്ടിയച്ചാ മതി. അതിന്റെ ആ പുള്ളിക്ക് എടുത്തിയാട്ടോ മുൻകോപയല്ല. മരുന്ന് മാറ്റി കുറിച്ചിട്ടുണ്ട് മാഡം, ഇത്തവണ ശരിയായിക്കോളും. എവിടെ? ഇനി ഇത് ശരിയാവണമെങ്കിൽ പണ്ടത്തെ പോലെ ഒന്നുകൂടി ലണ്ടനിലെ ആശുപത്രിയിൽ പോയി കിടക്കണം. എനിക്ക് ലണ്ടനാ പഥ്യം. ഇവിടെ പോഴന്മാരാ ഈ ഡോക്ടേഴ്സ്. എന്റെ പൊന്നു ഡോക്ടർ. ശരി സാർ, നാളെ രാവിലെ. മാഡം ഞാൻ 20 സെക്കൻഡ് ദുബായിലെത്തും. പിന്നെ അവന്മാരാ ബാലൻസ് സെറ്റ് ചെയ്തിട്ടില്ല. കുത്തിപ്പിടിച്ചിങ്ങ് മേടിച്ചോണം. ചുമ്മാ പപ്പ വെറുതെ പൊട്ടം കളിക്കുന്നല്ലേ മമ്മി. എല്ലാം അറിയാം. ഏത് ഡീലാ, എത്ര എമൗണ്ടാ, എല്ലാം ചുമ്മാ. പറയാം. IG ശിഹാബുദ്ദീൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്.
ഒന്ന് നിന്നേ ഇതിട്ടോണ്ട് പോയച്ചാ മതി. ആരെങ്കിലും കാണാൻ വന്ന് നിൽക്കുമ്പോ ഉടനെ അങ്ങോട്ട് ഓടിച്ചെന്നോളൂ. കക്ഷം കാണിച്ചോണ്ട് അങ്ങോട്ട് ഊരിക്കേ. ഇപ്പൊ വരും. അഭി ആയേഗാ? ആയേഗാ. എടാ തന്നെ എന്തിനാണ് കുറെ നേരം അവിടെ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത്? സർ മുझे മൂഞ്ചാർ में പോസ്റ്റിംഗ്. എടോ മൂഞ്ചാറല്ല, മൂന്നാർ. പന്നിയുടെ ഇന്നാ മൊരങ്ങോടൻ. അല്ലെങ്കിൽ തന്നെ ആ പേര് കേട്ടാ മതി. ഇപ്പൊ ചൊറിയാൻ. സി എം ഇയാളാ ഇടുക്കിയിലെ പോസ്റ്റിങ്ങിന്റെ ഉം. മറ്റേ ജഹാംഗീറിന്റെ. ആ കണ്ടാ മതി. ജി സർ. എവിടെയോ മറ്റവൻ പുറത്തുണ്ട്. ആ വിളിപ്പിക്കണോ സഹദേവാ? ഓ എന്നാ ഇത് കൂടെ കഴിച്ചേച്ച് ഇങ്ങോട്ട് വാ. പാർട്ടി സമ്മേളനം എല്ലാം തോക്കുവാന്ന് പറഞ്ഞിട്ട് രാവിലെ മുതൽ എടുത്തോട്ടാ. അത് പിന്നെ പണ്ടേ ഉള്ള രീതിയാ. കൂടെ നിൽക്കുന്നവരെ അവർക്കൊരാവശ്യം വരുമ്പോ കൈവിട്ട് കളയും. അതിന്റെ ആയിപ്പോ ആ ജയിച്ചു ഒന്ന് സത്യപ്രതിജ്ഞ ചെയ്തപ്പോ ഹോ ഞങ്ങൾക്കൊരു നിധി കിട്ടിയല്ലോ ഭഗവാനെ എന്ന് സന്തോഷിച്ചാ ഞാനും പിള്ളേരും. എന്നാ നീ അകത്ത് പോ. സർ എക്സ്ക്യൂസ് മീ. വാ വാ. ഗുഡ് ഈവനിങ് സർ. നരിയോ പുലിയോ എന്താടോ ഇവന്റെ? സാർ നരേന്ദ്രൻ. അസിസ്റ്റന്റ് കമ്മീഷണറാ. സർ ഇവൻ ആലിത്തിരി അധികം പറ്റാണോ തന്റെ ഈ നോമിനി? അയ്യോ സാർ, ആ ഒന്ന് പേടിപ്പിക്കാൻ വിളിച്ചതാ. സർ ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു സ്വയം ഇങ്ങനെ നേർക്കുനാറ് വിളിച്ച് സംസാരിച്ചിട്ടുണ്ടോ തന്നോട് ഇതുപോലെ? സാർ ഞാൻ ഗാർഡിലുണ്ടായിരുന്നു 2.5 വർഷം. അവസാനത്തെ ടൈമിൽ പിന്നെ അവസാനം വരെ. ആ നീ ഇയാളോട് ചോദിച്ചെന്ന് കേട്ടു. CM എന്താ ഈ കേസിൽ പ്രത്യേക താല്പര്യമെന്ന്? സർ ആ നീ എങ്ങനെ വേണ്ടാത്തടത്ത് അന്വേഷിച്ച് കയറണ്ട. സർ തന്നെ പോലെ തലതെറിച്ച ഗീതാഫീസർമാർക്ക് ഇയാളെ പോലെ പോളന്മാരായ മേലാഫീസർമാർ പറഞ്ഞാൽ ചിലപ്പോ കാര്യങ്ങൾ അങ്ങനെ വേണ്ട പോലെ ബോധ്യപ്പെട്ടത് വരില്ല. അതുകൊണ്ടാ നേരിട്ടല്ലേ കാണാൻ വിളിപ്പിച്ചത്. ഉവ്വ. അറിയാമല്ലോ, അണികളോ മുന്നണിയോ ജനങ്ങളോ പിന്തുണച്ചിട്ടല്ല, ചില ചാനലുകാരും പത്രക്കാരും സഹായിച്ചിട്ടും അല്ലാതെ ഒരുപാട് വ്യയം ചെയ്തിട്ടും ഞാനൊരു ഇമേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എ സ്ട്രോങ് ഫേസ്. സർ അത് വെടിപ്പാക്കി നിലനിർത്താൻ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോ ഇതുപോലെ ചില ഓപ്പറേഷൻസ് വേണ്ടി വരും. അങ്ങനെ ഒരു ഇടപാടാണിതും. ഇനി ഇതിന്റെ പിന്നിൽ വേറെ ഏതെങ്കിലും അജണ്ട ഉണ്ടോ എന്ന് അന്വേഷിച്ച് ചുമ്മാ സമയം വിടക്കാക്കണമെന്ന് പറഞ്ഞേക്കണം ഇവനോട്. പറയാം സാർ. ഓക്കോ സർ. എടോ എടോ പുലി, സർ തനിക്കെന്റെ ഈ എടാപോടാ വിളി അത്രയ്ക്ക് അങ്ങോട്ട് ശീലപ്പെടുന്നില്ല അല്ലേ? ഇല്ല. സഖാവ് അങ്ങനെ വിളിക്കുമ്പോ അതിനൊരു ഇമ്പം ഉണ്ടായിരുന്നു, സ്നേഹം ഉണ്ടായിരുന്നു. ഞാൻ സഖാവിന്റെ ഒരു കീഴാഫീസറാണെന്ന് തോന്നിയിട്ടില്ല, ഒരിക്കലും തോന്നിപ്പിച്ചിട്ടില്ല. പക്ഷെ CM ചുമ്മാ കയറി പൊട്ടനെന്നും പോഴനെന്നും വിളിക്കുമ്പോ അത് കേവലം ഒരു മാടമ്പി ധാർഷ്ട്യം, വെറും ഒരു പെറ്റി ഹോളോ ഫ്യൂഡൽ ആരഗൻസ്. അത് മാത്രമേ ഉള്ളൂ സർ. കേട്ടില്ല. പേടിച്ചതാ സാർ. പേടിച്ചതാ മോൻ പോഴൻ. സാർ ഒന്നുമില്ലെന്നേ. എന്ത് പറ്റി? ഷോക്ക് അടിച്ചോ? കുന്തം. ആ കുറിപ്പിനോട് ഈ ലൈനൊക്കെ ഒന്ന് നോക്കിക്കാൻ പറയണം. എടാ നോക്കട്ടെ. അത്രേ ഉള്ളൂ. പോയേ. ഇങ്ങോട്ടോ. ഇന്നെന്താ ഡ്രയർ വർക്ക് ചെയ്യുന്നില്ലേ? കുറച്ചു കാലം കൂടെ ഓടും. നമുക്ക് ആ തോമസ് ആനുവിന്റെ ഇൻസ്റ്റാൾമെന്റ് ഒന്ന് വിളിപ്പിച്ചാലോ? ദീദി അപ്പു. എന്നിട്ട് മീറ്റിംഗ് കഴിഞ്ഞപ്പോ മനസ്സിലായെന്നിരിക്കെ എന്താ CMന്റെ ഇൻട്രസ്റ്റ് എന്ന് ഈ കേസില്? ഊഹം. എടി ഒരു പോലീസുകാരന് ഒരു ഇൻവെസ്റ്റിഗേഷനിൽ ഒരുപാട് ഇൻസ്റ്റിങ്സ് തോന്നാം. അതിൽ ചിലപ്പോ 199 തെറ്റിന്നിരിക്കും. തെറ്റാണെന്ന് തോന്നുന്നത് മുഴുവൻ അവൻ ഷെയർ ചെയ്യും ആരോടും. പക്ഷേ ശരിയെന്ന് ഉറപ്പുള്ള ആ ഒരെണ്ണം ഉണ്ടല്ലോ, അത് ഒരുത്തനോടും പറയില്ല, ഒടുക്കം വരെ. കൂടെ കിടക്കുന്ന സ്വന്തം ഭാര്യയോട് പോലും. മനസ്സിലായോടി കഴുതേ?
നോക്കിയോ റെക്കോർഡ്സ് ഒക്കെ? സാർ കിട്ടിയിടത്തോളം. സർ CI ജലപാലൻ. ഡ്യൂട്ടിയിലാണ്, പക്ഷെ സ്ഥലത്തില്ല. ആരാ സ്റ്റേഷൻ ഇൻചാർജ്? അയ്യപ്പൻ നായർ ASI സാർ. എന്റെ ഫോണിൽ വിളിച്ചപ്പോ ഞാൻ അത് സാർ ഇന്നലെ രാത്രി മാട്ടുപ്പെട്ടിയിൽ ഒരു റിസോർട്ട് റെഡി ചെയ്തപ്പോ എന്നാണ് ചിരിക്കുന്നത്? പൊടി വിളിയ ഞാന് നിങ്ങളുടെ മൊഴി എടുത്തോണ്ടിരിക്കുമ്പോഴാ ഇദ്ദേഹം. അയ്യപ്പനാരെ ചെവിന്നാ ചീട്ടെടുത്ത് മാറ്റ്. എന്തോ ചെവിന്നാ ചീട്ടെടുത്ത് മാറ്റ്. ആ എന്നിട്ട് എവിടെയുണ്ട് CI ജലപാലൻ? അയ്യോ ഇദ്ദേഹം വരുന്നു വിളിച്ചു പറഞ്ഞ അന്നേരം മുതൽ എങ്ങോട്ടും ഇല്ലാതെ കണ്ട് നിൽക്കുമ്പോഴാ വേണ്ടേ മുഖ്യമന്ത്രി കഞ്ചാവോട്ടം വെട്ടാൻ വരുന്നു. TV-കാർക്ക് ക്യാമറയെ പിടിക്കാൻ ഒത്ത സ്ഥലം കണ്ടുവയ്ക്കണമെന്നും പറഞ്ഞ് ഇവിടെ പാർട്ടി ഓഫീസിൽ നിന്ന് വിളി വരുന്നത്. നിപ്പി വണ്ടി എടുത്തോണ്ട് ഒറ്റ പോക്ക് പോയതാ അദ്ദേഹം. ആ നേരെ സാർ. ഈ ജോസ് എങ്ങനെ ഉണ്ടായിരുന്നു ആള്? അയ്യോ സാർ അങ്ങനെ ചോദിച്ചാല് അയ്യോ സാർ ഈ ജോസ് എന്നൊരു കേൾവി എപ്പോഴും ഇങ്ങനെ നിപ്പുണ്ടെന്നല്ലാതെ അടിയോ പിടിയോ കേസോ അങ്ങനെ മുൻറെക്കാർഡായിട്ടൊന്നുമില്ല സാർ നമ്മുടെ സ്റ്റേഷനില്. നായര് നേരിട്ട് കണ്ടിട്ടുണ്ടോ ഈ ജോസിനെ എപ്പോഴെങ്കിലും? ഇല്ല സാർ. ഇതാരാ ഇയാള്? പമ്പി എന്നുള്ള ബില്ല് പിടിക്കാൻ വന്നതാ, ഡീസൽ അടിച്ചെന്റെ. ആ സോമിക്ക. ഇതാരാ നായരെ? ഈ കമ്പിളി കണ്ടം പാപ്പി. അത് സാർ ഈ ജോസ് എന്ന് പറയുന്നവന്റെ ചേട്ടനാ, കൊമ്പുവേട്ടക്കാരനായിരുന്നു. ആളിപ്പോ ഒരു 10-18 കൊല്ലം കൊണ്ട് തീർത്തും കിടപ്പാ സാറേ, മിണ്ടാനും എടുക്കാനും നോക്കാതെ. അപ്പൊ ഇതാരായിരുന്നു നായരെ? ജോസ് സാർ 87 ഒരു ഫോറസ്റ്റ് ഗാർഡിനെ വെടിവെച്ചതടക്കം 9 ക്രിമിനൽ കേസ് ഉണ്ട് നാളിതുവരെ ഈ ജോസിന്റെ പേരിൽ, ഇവിടെ 3 സർക്കിളുമായിട്ട്. പക്ഷെ ഒന്നിനൊരു രേഖയുമില്ല, ഒരു റെക്കോർഡ്സും ഇല്ല ഒരു സ്റ്റേഷനിലും. അയ്യോ സാറേ, അവന് മേളിലും താഴെ എല്ലായിടവും വലിയ പിടിപാടായിരുന്നു സാറേ. ഓരോ കാലത്ത് ഓരോന്നായിട്ട് തേച്ച് മാച്ചും കൊടുത്തതാ മുമ്പിരുന്നവര് ഓരോരുത്തന്മാര്. ജോസ് ഇവിടെ വരാറുണ്ട് മരിക്കുന്നത് വരെ. കൃത്യമായി തവണ അടയ്ക്കാറുണ്ട് ഓരോ വിളവിനും. ഓണം, വിഷു, തിരുവാതിര, പള്ളിപ്പെരുന്നാള്, ക്രിസ്മസ്, ഓരോ വിശേഷത്തിനും ഓരോ സീസണിലും ഓരോരുത്തർക്കും. താൻ കണ്ടിട്ടുണ്ട് ജോസിനെ, കൈ നീട്ടി വാങ്ങിയിട്ടുണ്ട് അല്ലടോ സാർ? പിന്നെ നേരത്തെ ചോദിച്ചോ പറയായിരുന്നേ, പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടോ നല്ല ജലപാലൻ സാർ? അതോ അതിന് മോളി വല്ലവരും? ഇല്ല സാർ. അല്ലേ? എവിടോ ഡീസൽ അടിച്ച ബില്ല്? KL01 GQ13932. ഇതാരോ വണ്ടിയാ? ഇന്ന് രാവിലെ ബങ്കിൽ വന്ന് ജലപാലൻ സാറ് ഡീസൽ അടിച്ചിരുന്നു അല്ലേ? അത്ഭുത പ്രവൃത്തിയൊന്നും അല്ലടോ. ഇന്ന് കാലത്ത് മുതൽ ബാറിലും ബങ്കിലും പെട്ടിക്കടകളിലും വരെ അന്വേഷിച്ചു ജലപാലൻ സാറിന്റെ ലീലാവിലാസങ്ങൾ. മുസ്തഫ അറസ്റ്റ്. അയ്യോ സാറേ, അയ്യോ കാൽ പിടിക്കുന്നുണ്ടോ കഴുതേ? പെൻഷൻ വാങ്ങിയുള്ള വഴിയാണെന്നാ പിന്നെ തത്തളേ. മാറി നിൽക്കണോ? ലോകം അവസാനിക്കും മുമ്പ് ജലപാലൻ പ്രത്യക്ഷപ്പെട്ടാൽ എന്നെ വന്ന് കാണാൻ പറയണം. മനസ്സിലായോ? മനസ്സിലായോ? ആളെ അറിയും. ഇളയ കുട്ടിയുടെ ഡെലിവറി ഇവിടെയായിരുന്നു. അതൊരു 5-6 കൊല്ലം മുമ്പാ. എന്നാലും ഇവൻ ആളിത്തിരി നൊട്ടോറിയസ് ആയതുകൊണ്ട് ഓർമ്മയുണ്ട്. പക്ഷെ ഇവന്റെ മുഖത്ത് കാണുന്ന മുറിവ് ഇവിടെ സ്റ്റിച്ച് ചെയ്തതല്ല. അന്ന് ഇവന്റെ ഭാര്യയുടെ ഡെലിവറി കഴിഞ്ഞപ്പോ എന്തോ ചില ചെറിയ കോംപ്ലിക്കേഷൻ ഉണ്ടായതാ. നോട്ടം പോരാന്ന് പറഞ്ഞ് ഇവനൊരു നേഴ്സിനെ കയറി കൈവച്ചു. ഞങ്ങളപ്പോ തന്നെ സ്റ്റേഷനിൽ വിളിച്ച് കംപ്ലൈന്റ് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഇവിടെ ഈ വഴിക്ക് കയറിയിട്ടില്ല. തിരക്ക് കഴിയുമ്പോൾ ഡോക്ടർ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുതരും. അത് എഴുതിയെടുത്തിട്ട് ഒപ്പിടിച്ച് വാങ്ങിച്ചോണം. താങ്ക് യു. കിട്ടിയടാ? സർ ഒരു വിജയനാണ് റേഞ്ച് ഇൻചാർജ്, ഇപ്പൊ തന്നെ കാണാന്ന് പറഞ്ഞു. സർ വിട്ടോ. സാധാരണ ഈ ജോസിനെ പോലുള്ളവന്മാർക്ക് ഫോറസ്റ്റിന്റെയും പോലീസിന്റെയും ഒക്കെ സപ്പോർട്ട് അപ്പുറമാണ് സാർ. ബോർഡറിനപ്പുറം തമിഴ്നാട്ടില് അവർക്ക് വനത്തിൽ നിന്ന് ചരക്കിറക്കാൻ അതല്ലയോ സാർ സേഫ്? ഇവിടെ നിന്നൊന്നുകിൽ ടോപ്പ് സ്റ്റേഷൻ കട്ട് ചെയ്ത് സേതുപാർവതിപുരം അല്ലെങ്കിൽ എല്ലപ്പെട്ടി, അതുമല്ലെങ്കിൽ കൂടുതൽ ബന്ധപ്പെട്ട് ബോഡിമേട്ട് വഴി ബോർഡർ ക്രോസ് ചെയ്ത് പന്നിയാർ, പൂപ്പാറ, സേനാപതി വഴി ഫോറസ്റ്റ് റോഡിൽ രാജാക്കാട്. അതാണ് ജോസിന്റെ സ്ഥിരം റൂട്ട് മുമ്പൊക്കെ, അല്ലേ മിസ്റ്റർ വിജയൻ? സർ പക്ഷേ അടുത്ത കാലത്ത് ശത്രുക്കളുടെ ഒറ്റ ഭയന്ന് ജോസ് റൂട്ടൊന്ന് മാറ്റി. ഡാം ചുറ്റി
ദാ ഇവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്, അധികമാരും പോകാത്ത കാട്ടുവഴി, ബോഡി 4th സെക്ടറിൽ, എല്ലപ്പെട്ടി. സാർ. ഇവിടെ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഡ്യൂട്ടി ചെയ്തവരുടെ ലിസ്റ്റ് എനിക്ക് വേണം. അയ്യോ സാർ, അത് പേര്, ഫോൺ നമ്പറുകൾ, ഡ്യൂട്ടി ചെയ്ത ദിവസങ്ങൾ വിത്ത് ഓൾ ഡീറ്റെയിൽസ്. സാർ. ഇന്ന് തന്നെ. എന്നിട്ട് എന്തായടാ പോയിട്ട് ഡിഗ് ചെയ്തോ ജോസിന്റെ ബാക്ക്ഗ്രൗണ്ട്സ്? കൊച്ചിയിൽ ജോസ് താമസിച്ചിരുന്ന ലോഡ്ജിലെ മാനേജറുടെ മറ്റ് സ്റ്റാഫിന്റെ മൊഴികൾ വിശ്വസിച്ചാൽ കഴിഞ്ഞ 17 വർഷമായിട്ട് അവർ ജോസിനെ അറിയുന്നത് കാടമ ബ്രോക്കറായിട്ടാണ്. മാസത്തിൽ ഒരു തവണ കൊച്ചിയിൽ വന്നു പോകുന്ന സാധാ മലഞ്ചരക്ക് ദല്ലാൾ. നിത്യവും വൈകിട്ട് ഒറ്റക്കിരുന്ന ഒരു ഫുൾ ബോട്ടിൽ വായിച്ചു തീർക്കുന്ന 1-ാം തരം ഒറ്റയാൻ. കാണാൻ വരവ് പോക്കളില്ല, ഹാബിച്വൽ ലോണർ. സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു. കമ്പക്കലിലോ കോവിലൂരോ അന്വേഷിച്ചാൽ ഹൈറേഞ്ചിലേക്ക് സീസൺ തോറും കോടികൾ പമ്പ് ചെയ്യുന്ന പേരറിയാത്ത ഏതോ ഗഞ്ച പ്ലാന്റേഴ്സിന്റെ ബിനാമി, അഥവാ വെടിക്കോഴി. പക്ഷേ കമ്പളികണ്ഠൻ ജോസ് എന്ന പാവം കൈവഴി ചെക്ക് പോസ്റ്റുകൾ കടന്നൊഴുകി അവസാനിച്ചത് കൊച്ചിയിൽ ഏത് മഹാസമുദ്രത്തിലേക്കെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല സാർ, ഒരാൾക്കും. അപ്പൊ പിന്നെ ജോസിന്റെ ഗോഡ് ഫാദേഴ്സ് ആരെന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം പറയാൻ കെൽപ്പുള്ള ഒരേ ഒരാളേ ഉള്ളൂ സാർ, എന്റെയും നിങ്ങളുടെയും അറിവ്. മുഖ്യം കുട്ടും മുട്ടക്കറി, 2 കോഴിപ്പിടി, 1 ഓറഞ്ച് ജ്യൂസ് നീ എടുത്തു വെച്ചോ, ഞാൻ താഴ്ത്തി. എടാ തോമസ് ആന്റണിക്ക് ഒരു പരാതിയുണ്ട്, നീ ഇവനോടൊന്ന് റിപ്പോർട്ട് ചെയ്യുന്നില്ല. അല്ല എന്താ നീ നമ്മുടെ ഫോറസ്റ്റുകാരെ പേടിപ്പിച്ചു എന്ന് കേട്ടല്ലോ. സാർ സമൺ ചെയ്തിട്ടുണ്ട്. ജോസിന്റെ ഫാമിലി അവർക്കൊന്നുമില്ലടാ പറയാൻ. സാർ ഞാൻ ചെന്ന് കാണുമ്പോൾ അവരാകെ ഷാറ്റഡ് ആണ്. ഒന്നും ചോദിച്ചില്ല, ഓഫീസിലേക്ക് വരാൻ വിളിപ്പിച്ചിട്ടുണ്ട്. CI ജലപാലൻ സാർ മിസ്സിംഗ്. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. സാർ വൈകിട്ട് ക്ലബില് എടാ വട്ടായോ? CI ജലപാലം വിളിച്ചിരുന്നു. 5 മണിക്ക് ഓഫീസേഴ്സ് ക്ലബിൽ വെയിറ്റ് ചെയ്യുമെന്ന്. ഇരുന്നാലേ ആ നാറി വന്ന് കയറി ജോയിക്ക് ചുമ്മാ കുരുമുട്ടും. പിന്നെ മറ്റോമാരെ സ്പിരിറ്റിന്റെ ബാക്കി തീർത്തിട്ടില്ലേ? ഓ തീർപ്പിച്ചോളാവേ, അളിയൻ ചെല്ല്. ഓ ആ നരി വരുമ്പോ പിടിച്ചിരുത്തി ഒരെണ്ണം ഒഴിച്ചോട്, ഞാനൊന്ന് പേടിപ്പിച്ചേച്ച് വരാം. അയ്യോ ഹലോ. പിന്നെ എനിക്കോ? എനിക്ക് കാര്യം പറ്റില്ല. എന്നൊരു പുള്ളി ചുട്ടിയല്ല. CM എടുത്തോളാ, ഒന്ന് കൊടുത്തേ. ഹലോ ജലപാലൻ, ഓർമ്മയുണ്ടോ? ഒരിക്കൽ നമ്മളൊന്ന് കൂടിയിട്ടുണ്ട്, ഒരു 4 കൊല്ലം മുമ്പ്. ശരി, അങ്ങ് തൃശ്ശൂരില് നമ്മൾ ഓഫീസിൽ സ്റ്റേറ്റ് മീറ്റ് കിടക്കുമ്പോ കാസിനോവില്. അത് പിന്നെ നമ്മള് 2 പേരും സർക്കിളാ. തൃശ്ശൂർ സ്റ്റേറ്റ്മെന്റ് നടക്കുമ്പോൾ ഞാൻ സസ്പെൻഷനില്ല, പങ്കെടുത്തിട്ടില്ല. അയ്യോ, അപ്പൊ പിന്നെ നമ്മള് കണ്ടിട്ടില്ല. കറക്റ്റ്. എന്നാ പിന്നെ നമ്മളൊരു ബാച്ചാ. ഞാൻ പിന്നെ കണ്ട ഐജിനും മറ്റേ ഒന്നും കാനയിലും കോപ്പയിലും ഒന്നും പിടിക്കാൻ പോവാത്തവരാ. അതുകൊണ്ട് AC ആയില്ല. എങ്ങനെ ഒന്ന് ഒഴിക്കട്ടെ. പിന്നെ ഈ ജോസിന്റെ കേസ് അതറിയാൻ ആശാൻ എന്നെ വിളിപ്പിച്ചെങ്കില് അവനെ അറിയും, കണ്ടിട്ടുണ്ട്. എങ്ങനെ ഓണം, വിഷു, ക്രിസ്മസ്, പള്ളിപ്പെരുന്നാള്, തിരുവാതിര അവൻ എന്ന് കീർത്തി അക്രോ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അവൻ ചത്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാല് അത് ജലപാലനെ അന്വേഷിച്ചിട്ടില്ല, അന്വേഷിക്കാനോട്ട് ഉദ്ദേശവും ഇല്ല. പിന്നെ ആചാരെ ഈ ജോസിന്റെ ഇടപാടെ തമിഴന്മാരുമായിട്ടായിരുന്നു. തീർത്തത് അവര് തന്നെ, തർക്കത്തില്. സാക്ഷാൽ ബെൽറ്റ് ബോംബിന്റെ ആൾക്കാര്, പുലികള്. ഒന്നാളിയാ ഐറ്റന്റ് കമ്മീഷണറാന്നോ ഇന്ത്യൻ പ്രധാനമന്ത്രിയാന്നോ ഒരു നോട്ടോ ഇല്ലാത്തവന്മാരാ. ആച്ചിക്കളയും. അതുകൊണ്ട് അളിയനൊരു കാര്യം ചെയ്യും. ഞാൻ ഈ കാട്ടുമൂലയിൽ ഇല്ലാത്ത കാശിന് ഡീസൽ ഒഴിച്ചോണ്ട് ഇവിടെ വരെ വന്നതേ ഇത് പറയാനാ. അളിയൻ അന്വേഷിച്ചു, തെളിവൊന്നും ഇല്ലാന്ന് പറഞ്ഞ് റിപ്പോർട്ട് എഴുതി. പാട്ടം മടക്കിക്കളാ, ഡേഞ്ചറാ. ശരി, അപ്പൊ കാണാം. താങ്ക്സ്. ആശാനെ, ഞാൻ അന്വേഷിച്ചിടത്തോളം വീട്ടിൽ നല്ല കിളി പോലൊരു ഭാര്യയും ആവുന്നില്ലാത്തൊരു ചെക്കനും. അളിയൻ ഈ വേണ്ടാത്ര തെക്കറി ചൊറിഞ്ഞിട്ട് അവന്മാര് വല്ല വണ്ടി ഓടിച്ച് നെഞ്ചത്ത് കയറ്റി തീർത്ത് കളഞ്ഞാലേ പിന്നെ ഭാര്യയും കൊച്ചിനെയും പണിയാക്കല്ലേ പൊന്നെ. Oh!
എടാ വിടാൻ പോണം. ഇവനിതെന്തോടും മൃഗമാണോ? അല്ല, നരി. ഞാന് പെൻഷൻ പറ്റുന്ന കൊല്ലം പട്ടോളയിലെ ഏസി ആയിട്ടിരിക്കുമ്പോ കമ്പസിറ്റിയില് ഒരു റാക്ക് കച്ചവടക്കാരൻ 10 കൊല്ലം മോതിരം ഒക്കെ ഇട്ട് മധുരക്കാരൻ ഒരു സേവന ഒരാളാറടി പൊക്കം 10-300 തൂക്കം അജാന ബാഹു ഇങ്ങനെ തഞ്ചാവൂരെങ്ങാണ്ടുണ്ട് ഡാൻസ് കളിക്കാരൻ ഒരു അവിടെ പേരിൽ ഇങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞോ കൊടുക്കും ഇങ്ങനെ 5 പേരിലും പതിച്ച ഒരു വീക്കാം നിന്ന് നിലയ്ക്കാൻ ടൂർ അവന്റെ വൈദ്യുതി ഒഴിഞ്ഞു. അല്ല ചില സ്ഥാനങ്ങൾ അങ്ങനെയാണ്. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഈ നൂല് വാശിക്ക് ചോര വാഴുന്നത് ഒരു ലക്ഷണമാണ്. ഇച്ചിരി പഞ്ഞിട്ടുണ്ട് കൂടെ അല്ല. നീ ഭദ്രയോട് സംസാരിക്കും. ബാലു ഇവിടെയുണ്ട് രണ്ടുപേരും. ഞാൻ വിളിച്ചോളാം. എന്താ പറഞ്ഞു കേൾപ്പിച്ചോ? പഴയ തഞ്ചാവൂര് ഒരു നിമി നല്ല കയ്യൂക്ക്, നല്ല കായബലം, നല്ല ബുദ്ധി, നല്ല തണ്ടല്, നല്ല തന്തയ്ക്ക് പിറവി, ശത്രുസ്ഥാനത്ത് നിർത്താൻ പറ്റിയ വിത്തുഗുണമുണ്ട് നരിക്ക്. നല്ല പേരും. ഇഷ്ടമല്ലേ നരിയെ? ഏയ് അതല്ല, കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ പിന്നെ നമുക്ക് ഈ കണ്ട നാലുകാട്ടൊന്ന് സ്ട്രീറ്റിൽ കിടന്ന് ഫൈറ്റ് വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാ. അത് അന്തസ്. നിന്റെ തന്ത വലിയ മൈസ്ട്രേറ്റ് ആയിരുന്നല്ലോ. മാന്യത കാണിക്കാം മരിച്ചു കിടക്കുമ്പോ. ജോസിന്റെ ഭാര്യ വത്സമ്മ. അതെ. ജോസുമായിട്ടുള്ള നമ്മുടെ ഇടപാടുകളിൽ വത്സമ്മയ്ക്ക് നേരിട്ട് അറിയാമെന്ന് പറയാൻ അതൊരൊറ്റയാൾ മാത്രമാണ്, അപ്പിച്ചായി. ഒരിക്കലും ഉപദ്രവിച്ചിട്ടുണ്ട് അവളെ. അതൊരുപാട് കൊല്ലം മുമ്പാ ജോസവളെ കെട്ടിക്കൊണ്ട് വന്ന കാലത്ത്. വന്ന കാലത്തല്ല, വന്ന അന്ന്, ആ ദിവസം. വത്സമ്മ മത്സമം ഒന്നും പറയല, ഒരാളുടെ പേരും പറയല. ഇവൻ നേരിട്ട് എന്ന് പേടിപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാല് പിന്നെ അവളുടെ കൺമുമ്പിലിട്ട പെമ്പിള്ളേരെ ഏതോ ഒരു നരേന്ദ്രൻ വന്ന് നീട്ടെഴുതി തന്നപ്പോ എന്നോട് അനുവാദം വാങ്ങാതെ അങ്ങോട്ട് ചെന്ന് എരന്ന് വാങ്ങിച്ചതിന് എന്റെ കൈ പൊള്ളി. നിന്റെ ബുദ്ധി നരേന്ദ്രനെ അങ്ങോട്ട് ചെന്ന് കണ്ട് മുൻകൂർ പേടിപ്പിക്കാൻ. സേതു ശരീരം മാത്രമേ വിലക്കെടുക്കാറുള്ളൂ, മസിലായിട്ടും മാംസമായിട്ടും. ബുദ്ധി വിലയ്ക്ക് വാങ്ങാറില്ല പുറത്തുനിന്ന് ഒരുത്തനോടും. നിന്റെ ചെറുനെല്ലിക്കാൻ മുഴുപ്പുള്ള ബുദ്ധി കൊണ്ട് സംരക്ഷിക്കാൻ നോക്കിയാല് അതിലടങ്ങില്ല. അത്രക്ക് വലുതാടാം സേതുവിന്റെ സാമ്രാജ്യം. എന്നല്ലേ താച്ച? അയ്യ, ഞാൻ രാജാക്കാട്ട് ചെല്ലപ്പ. ആര്? രാജാക്കാട്ട് ചെല്ലപ്പ. രാജാക്കാട് ചെല്ലപ്പ, ഞാൻ താൻ സാർ. എക്സ് മെമ്പർ ഓഫ് പഞ്ചായത്ത്, രാജാക്കാട് ഇടുക്കി. ഞാൻ താൻ സാർ. ടാക്സി ഡ്രൈവേഴ്സ് വെൽഫെയർ കോപ്പറേറ്റീവ്, രാജാക്കാട്. ഞാൻ താൻ സാർ. പ്രസിഡന്റ് തിരൈപ്പട ഫാൻസ് കൂട്ടണി. ഞാൻ താൻ സാർ. എല്ലാമേ ഞാൻ താൻ. ഒന്ന് ഹോൾഡ് ചെയ്തോണേ സാർ. ഇതേതാണോ ഈ സാധനം? ഇങ്ങോട്ട് മാറിക്കണോ സാർ? ഇതാ ജോസിന്റെ ഭാര്യയും കൊച്ചുങ്ങളെയും കൂട്ടിക്കൊണ്ട് വന്ന ആളാ വാ. സാർ, ഇതേ ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് ഉണ്ണാൻ ചെല്ലുവന്നു. ഇല്ല, ഇരിക്കാൻ പറയായിരുന്നില്ലടാ. സർ പറഞ്ഞതാണ്. ഇരിക്കെ. വേണ്ട സർ, ഞങ്ങൾ ഇവിടെ നിന്നോളാം. സെക്ഷനിൽ ഇരുത്തിയിട്ട് സാഹത്തിലൂടെ കുട്ടികൾ കുടിക്കാൻ എന്തെങ്കിലും വരുത്തിച്ചു കൊടുക്കാൻ പറയും. ചായയോ ജ്യൂസോ. ശരി. എടാ കുറുപ്പിനോട് ആ സാധനങ്ങള്. ജോസിന്റെ. സർ വരൂ. ചെല്ല്. പോമാ. പോന്നെ കണ്ണാ. ഞാൻ ഇരിക്കില്ല.
ഇയാളാരാ? ബന്ധുവാണോ? ആമാ സാർ ഞാൻ താൻ അതെ സർ, എന്റെ ചേച്ചിയുടെ 1.5 കൊല്ലം അംഗൻവാടിയിൽ ടീച്ചറായിട്ട് ജോലി നോക്കിയിട്ടുണ്ട് വത്സമ്മ, മാട്ടുപ്പെട്ടിയിൽ. പിന്നീട് ജോസായിട്ട് അത് നിർത്തിച്ചു. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത് 17ാമത്തെ വർഷം. അതെ. ജോസിന്റെ ഇടപാടുകൾ എന്തൊക്കെയായിരുന്നു? അറിയാമായിരുന്നു വത്സമ്മയ്ക്ക്? ആദ്യമൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു സർ. പിന്നെയാ. പിന്നെ അറിഞ്ഞപ്പോ വേണ്ടാന്ന് ഒരുപാട് പറഞ്ഞു നോക്കിയിട്ടുണ്ട് സർ. ആരൊക്കെയായിട്ടായിരുന്നു ഇടപാടുകൾ അറിയാമോ? ഇല്ല. ജോസ് എങ്ങനെയാ ഉപദ്രവിക്കുമായിരുന്നു? ജോസിന്റെ ബോഡി അവസാനമായിട്ട് ജോസ് വീട്ടിൽ നിന്ന് വരുമ്പോ മുഖത്തൊരു മുറിപ്പാടുണ്ടായിരുന്നു, മുറിഞ്ഞിട്ട് സ്റ്റിച്ചിട്ട്. ஆமா சார் கொண்டாருங்க. போறதுக்கு முன்னாடி நைட்டில ஜோஸ் நல்லா சாப்பிட்டு இருந்தது. ஜீப்பில் இறங்கப்போ மூஞ்சி அடிச்சு விழுந்தாச்சு வீட்டுக்கு முன்னாடி. എന്നിട്ട് മുറിവ് എവിടാ സ്റ്റിച്ചിട്ടത്? സെയിന്റ് സെബാസ്റ്റ്യൻസ് ഹോസ്പിറ്റൽ? ஆமா சார் நீங்க சொன்னது கரெக்ட். ആ സാർ, ലോഡ്ജിൽ നിന്ന് കിട്ടിയതാ ജോസിന്റെ സാധനങ്ങൾ. ബോധിച്ചൊന്ന് റെസീറ്റ് കൊടുത്തേക്കൾ. ഇവരെ കുട്ടികളിലേക്ക് നിർത്തി കൊണ്ടു. സാർ വരൂ. അഴാതില്ലോ, അഴാതെ ഞാൻ ഇരിക്കില്ല. ചെല്ലപ്പാ, നീ എങ്ക നില്ലപ്പാ. சார் நீ போமா, நான் வர்றேன். சொல்லு. கடவுளே, பாவம். ரொம்ப கஷ்டம் சார் அவளோட லைஃப். நான் ஒருத்தர் மட்டும் தான் உதவி, வேற யாருமே இல்லை. சார் ஒரு சின்ன ராக்கஸ்ட் என்ன சார், பாவம் பொண்ணு. அந்த மூத்த பொண்ணுக்கு பருவ பிராயம் 15 வயசு. വല്ലാത്ത കാലമല്ലേ സാർ. കാട്ടുമുക്കിൽ ഒറ്റയ്ക്ക് കിടന്ന് വല്ലതും സംഭവിച്ചു പോയാൽ പിള്ളകളെ കൂട്ടി എന്റെ വീട്ടിൽ വന്നേക്കാൻ സാറായിട്ട് പറയണം അവളോട്. സാറ് പറഞ്ഞ അവളെ കേൾക്കും. ഞാൻ അവളെയും മോളെയും എന്റെ സ്വന്തം ഭാഗ്യ പോലെ നോക്കും. നിനക്ക് ഞാൻ പറ്റും മാമാപ്പണിയും കൂടി ചെയ്തോ. അച്ഛനെ മാറ്റിനോടാ നീ ആരുടെ മഴ പറഞ്ഞ് പേടിപ്പിക്കാൻ? കള്ളം പറയാൻ ഉണ്ടെന്നങ്ങനെ അറിഞ്ഞ കൊന്നളെ ഞാൻ. രാജാക്കാട് ചെല്ലപ്പ ഒരു തോക്കെടുത്ത് നെഞ്ചത്തോട് കുത്തിയ പേടിക്കാൻ നോക്കിയതാ. പുറമേ കാണുന്ന ഇനമല്ല, പോടനല്ല, ട്രെയിൽഹൈം. ഹലോ. ഒന്ന് ഹോൾഡ് ചെയ്തോണേ, ഇതാ കൊടുക്കാം. മുസ്തഫ ഉറങ്ങിപ്പോയി, ഒന്ന് എടുത്തോ. ചുണ്ടൻ തുറപ്പിച്ചേക്ക്. എന്താടാ? എങ്ങനെ? എപ്പോ? എന്ത് പറ്റി? മറ്റോ മിസ്സായി മുസ്തഫയുടെ കയ്യിൽ നിന്ന്. ആര്? ചെല്ലപ്പ. അവനെ കണ്ടാലറിയാം അവന്റെ ബോഡി ലാംഗ്വേജ്, ഹിസ്ട്രിയോണിക്സ്. പക്കാ ക്രിമിനലാണ് അവൻ. എന്നാ പിന്നെ വിട്ട എന്തിനാ? കസ്റ്റഡിയിൽ എടുത്തൂടായിരുന്നോ നരിക്ക്? ഏയ്, സൂചനകളേ ഉള്ളൂ, അല്ലെങ്കിൽ വെറും തോന്നലുകൾ, അല്ലെങ്കിൽ രണ്ടും. കസ്റ്റഡിയിൽ എടുക്കാൻ അത് പോരാ, കൂത്തി നിക്കലടി കഴുതേ. പേടിയുണ്ടോ നരിക്ക്? ജോസിന്റെ ഭാര്യയുടെ കണ്ണുകളിൽ ഞാൻ കണ്ട പേടി, ഇറ്റ് വാസ് സോ ഇന്റൻസ്. ആരോ പേടിപ്പിച്ചിട്ടുണ്ട് അവരെ. ചോദിച്ചില്ലേ? നോ, ഷീ കുഡന്റ് ടേക്ക് ഇറ്റ്. അവരെന്തോ ഉറക്കാൻ ടെൻഷൻ അല്ലേ നരിക്ക്? നിനക്കിറങ്ങണ്ടേ? അമ്മ, ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്റെ അമ്മു. 1 2 3 சொன்னது மட்டுமா? ஜாஸ்தி இல்லையா? சொன்னது மட்டும். എന്താടി കണക്ക് പറയാണോ? ഉലക പെരിയ പിച്ച രാജാക്കാട് ചെല്ലപ്പ ആണോ? ஆமா சார், நீங்க சொன்னது கரெக்ட். ஆனா വാ. ஆல் ரைட். എങ്ങനെ ഉണ്ടായിരുന്നടാ നരി? ரொம்ப கட்டிக்காரன் சார். பெரிய கேரக்டர் அவரு. കാര്യം പറയടാ. ஆமா சார், அவன் தூக்கெடுத்து இങ്ങനെ വെച്ചു പേടിപ്പിക്കാൻ നോക്കി. പേടിച്ചു കൊടുത്തു. അവൻ വിശ്വസിച്ചോ അവള് പറഞ്ഞതല്ല? ആമാ സാർ, ഇനി അവള് കള്ളം പറഞ്ഞാന്ന് സംശയം തോന്നിയാലും അത് ഞാൻ പറയിപ്പിച്ചാന്ന് തോന്നും അവന്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും സംശയം തോന്നത്തില്ല. നിന്നെ ആരടാ ഫോളോ ചെയ്തെന്ന് പറഞ്ഞത്? അത് சொன்னா சித்தமான காமெடி സിറ്റുവേഷൻ സാർ. കാര്യം പറയടാ. ഞാൻ ലാജിൽ നിന്ന് ഇങ്ങോട്ട് പോരാടുമ്പോൾ എന്നമോ ശരിയല്ലേ എന്നൊരു ഫീലിങ്സ്. பார்க்கும்போது வாபஸ் சைடில் கொஞ்சம் தள்ளி
டீ கடையில என்னையே பார்த்து சும்மா தண்ணி சாப்பிட்டு நிக்கிற மாதிரி அவன் அந்த துளுக்கன் போலீஸ்காரன் எஸ்ஐ. എന്നിട്ട് அந்த எஸ்ஐய பார்த்ததும் என்னோட பக்கத்துல தான் எலக்ட்ரிக் போஸ்ட் இருந்தது. இந்த பியூஸை எடுத்தாச்சு. ஸ்விட்ச்ல அப்படியே கரண்ட் போச்சு. ஃபுல் டார்க்னஸ். அப்படித்தான் நான் அங்கே இருந்து தப்பிச்சு விட்டணும். പൊയ്ക്കോ. சரி சார். சார் சொன்னது மட்டும் വാ. போயிட்டு வர்றேன் சார். അപ്പിച്ചായിട്ട് ഓരോരോ ഗഡികളെ. പക്ഷേ ഫ്യൂസ് ഊരിയതുകൊണ്ട് കാര്യമില്ല. അവനെ ഫോളോ ചെയ്യുന്നുണ്ട് നരിയുടെ ഷാഡോ പോലീസ്. എന്ത് പ്രായം വരൂടാ ജോസിന്റെ ഇളയ കൊച്ചിന്? ഒരു 5 or 6. കഷ്ടം കഷ്ടം. കമ്പിളികണ്ഠൻ ജോസ് അവസാനമായിട്ട് വീട്ടിൽ നിന്ന് പോരുമ്പോ എല്ലപ്പട്ടി ചെക്ക് പോസ്റ്റില് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് നീയും ഈയാണ് അല്ല? അതെ സാർ, പറഞ്ഞല്ലോ. പറഞ്ഞു. പക്ഷേ ജോസിനെ വേണ്ടുമ്പോ ചെക്ക് പോസ്റ്റ് കടത്തി വിടാൻ പുറത്തു നിന്നോ മോളിൽ നിന്നോ അങ്ങനെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാല് ഉണ്ടേൽ അത് ആരാണെന്ന് ചോദിച്ചാല് അത് മാത്രം നീ പറയല. എനിക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ? ചോദിക്കും. വേണ്ട. യൂണിയൻ നേതാവാണ് ഓമനക്കുട്ടൻ, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ. ഒരു വിളി വന്നിരുന്നു മോളിന്ന്. ജോസിന്റെ ഒടുക്കലത്തെ ട്രിപ്പിൽ അവൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ട സമയം വെച്ച് കൂട്ടിയാല് അവൻ ചെക്ക് പോസ്റ്റ് കിടക്കുന്നത് ഒരു 5:30 മണി വെളുപ്പിന്, അല്ലേ കുഞ്ഞേഷ്ണ? സാർ, അന്ന് കൃത്യം 5 മണിക്ക് തന്റെ സെൽഫോണിൽ ഒരു കോൾ വന്നു. ഇല്ല സാർ. ഈ നമ്പറിൽ ഓർമ്മ. പക്ഷേ ജോസ് കൊല്ലപ്പെട്ട വാർത്ത പത്രങ്ങളിൽ വന്നതിന്റെ പിറ്റേ ദിവസം രണ്ടുപേരും പുതിയ കണക്ഷൻ എടുത്തു, നമ്പറും മാറ്റി, അല്ലേ മിസ്റ്റർ വിജയൻ? യെസ് സാർ. പറയടാ. ഒരാളുമില്ല, ഒരാളും ഒന്നും വിളിച്ചു പറയുമ്പോ ചെയ്തിട്ടില്ല നിന്നെ ഇവനെ, അല്ലേ? സാർ ഇത് കാണുന്നില്ലേ? ഞങ്ങൾ ആരെ കൊന്നു? ഹലോ സാർ ഒറ്റ മിനിറ്റ്. സാർ സാർ ഐ ജി സാർ. സർ, സണ്ണി സർ, ലോക്ക് ദം അപ്പ്. സാർ, പ്രൊസീജിയേഴ്സ് കഴിഞ്ഞു. ആരെ സാർ? ഇവർക്ക് ബന്ധുക്കളെന്ന് പറയാൻ കുറിപ്പിന്റെ ഡീറ്റെയിൽസ് ഉണ്ട് സാർ. ഫോർമാലിറ്റീസ് തീർത്തു കഴിഞ്ഞാൽ ഉടൻ സഭയോ ഇടവകയോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനോ ഏതാ വേണ്ടെന്ന് അന്വേഷിച്ചിട്ട്. സാർ, വാ. ഇന്നിപ്പോ ഒരുത്തരും ഇനി ഇങ്ങോട്ട് വിളിക്കണ്ട. അല്ല പിന്നെ ശോ, വല്ലാത്തൊരു ട്രാജഡി ആയിപ്പോയി. ഇൻക്വസ്റ്റിലും റിപ്പോർട്ട്സിലും ഒന്നുമില്ല പ്രത്യേകിച്ച്. ഒരു ലീഡ് തരാൻ ലേടാ? സാർ ഇല്ല. യൂണിറ്റ് 1. ഐ എം ഓൾ റൈറ്റ് സാർ.
ആ ആ ഇനിയിപ്പോ നീ ആ ഫോറസ്റ്റുകാരന്മാരെ ചോദ്യം ചെയ്തിട്ട് അതെവിടെയെങ്കിലും ചെന്ന് കൂട്ടി തൊടുവോടാ? സർ, ആ ഗാർഡ് ഓമനക്കുട്ടൻ കണക്ഷൻ മാറ്റുന്നതിന് മുമ്പ് അവന്റെ ഫോണിൽ അവസാനത്തെ വിളി വന്നത് ഒരു ഫെമിലിയർ നമ്പർ ഇന്ന്. ജലപാലൻ? സർ, ആ നീ വേറെ ഏതോ പറഞ്ഞല്ലോ. ജോസ് കാടിറങ്ങിയ ദിവസം മറ്റേ ഫോറസ്റ്റ് ഗാർഡിന്റെ നമ്പറിൽ വന്ന കോള്. സർ, അത് ഞാൻ അന്വേഷിച്ചിടത്തോളം ഒരു ചാരിറ്റബിൾ കൈൻഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. കാരുണ്യദീപം, സ്ഥാപിതം 1997 ഇൻ ഗോവ, ഫൗണ്ടഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് ഫോറിനേഴ്സ്, ഇറ്റാലിയൻസ്. 10 വർഷത്തിനുള്ളിൽ അത്ഭുതകരമായ വളർച്ച, ബട്ട് മിസ്റ്റീരിയസ്. ഓഹോ. ഇപ്പോ ഒരു ലേഡിയാണ് തലപ്പത്ത്, ഒരു ബഹൻ. സാറിന്റെ ഔട്ട് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ഓവർ ദ ബോർഡർ ക്ലൗഡ്സ് വെച്ച് എനിക്ക് കുറച്ച് ബാക്ക്ഗ്രൗണ്ട്സ് വേണം, ചില ഫോൺ നമ്പറുകൾ, ചില ഐഡന്റിറ്റീസ്. ഇന്ന് രാത്രി നാളെയും കൊണ്ട് എനിക്ക് ഇതിനകത്തുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ഉണ്ടാക്കി തന്നേക്കണം. രാത്രി ഉറക്കം വെച്ചിരുന്ന് ഫോൺ ചെയ്യണം, ചില മെയിൽസ് അയക്കണം, ഓവർ ടൈം വർക്ക്. ഞാൻ എന്താണ് നിന്റെ കീഴാഫീസർ? ആ, ചിലപ്പോഴൊക്കെ. അർജന്റ് എക്സ്ക്ലൂസീവ് ബൈ ഹാൻഡ്. ഏതാണ് ഇൻഡാസ? ഐ ജി ബാലു. വായിക്ക്. സർ, ഐ എം സമ്മൺഡ്. സാർ ഇത് കൈപ്പറ്റിയാൽ ഉടൻ എന്നെ അങ്ങോട്ട് അയച്ചേക്കണം എന്ന്. സമക്ഷത്തേക്ക്. പ്രഷർ മോളിൽ നിന്നും താഴെ നിന്നും. സർ. ബാലു ഇന്നലെ സോണ ഐ ജി ആയി ചാർജിൽ വന്നപ്പോ മുതൽ ഞാനിത് മണക്കുന്നുണ്ടാ. സർ, എനിക്ക് നിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ മാത്രം ചാർജേ ഉള്ളൂ. സർ. എന്നാലും ഒന്ന് വിളിച്ച് സംസാരിക്കണോടാ ഞാൻ. നോ സർ, ഐ എം മീറ്റിംഗ് ഹിം. എടാ, റൈറ്റ് അവേ. നരി. സർ. എടാ, ഞാനുണ്ട് കൂടെ. Yes, sir. He will be taken to task. Come in. Sir. ആ ഡോർ ബോൾട്ട് ചെയ്യ്. സർ. ആ ഡോർ ബോൾട്ട് ചെയ്യാൻ. ഓ. ഇപ്പൊ കഴിഞ്ഞത് 24ാമത്തെ കോൾ. ഇന്ന് നേരം വെളുത്തപ്പോ മുതൽ നിന്റെ അട്രോസിറ്റീസിന്റെ പേരിൽ ഇനി നാളെ എംപ്ലോയീസ് കോൺഗ്രസിന്റെ വക ഇവിടെയും അങ്ങ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലും പ്രതിഷേധ യോഗം. ഇടുക്കിയിൽ ജോസിന്റെ ഭാര്യയും മക്കളും ഒടുങ്ങിപ്പോയതിന്റെ പേരിൽ അവന്റെ അമ്മയുടെ ആക്ഷൻ കമ്മിറ്റി വക 8 മണിക്കൂർ ഹർത്താൽ. ഇതെല്ലാം പോരാഞ്ഞിട്ട് DG അടക്കം സകല ഏമാമാരുടെയും തെറികൊണ്ട് അഭിഷേകം എനിക്ക്. നിർലോഭം നീ കാരണം. എടുത്ത് മാറ്റാൻ എന്റെ മോന്തയ്ക്കുന്നു അവന്റെ ഒരു പുച്ഛം. സർ. നരി, പുലി, ഇടിയൻ, കടുവ, വലിയ പഥ്യമ നിന്നെ പോലുള്ള പെറ്റി ഓഫീസേഴ്സിനൊക്കെ ഇതുപോലെ ഓരോ ദുഷ്പേര് കേൾപ്പിക്കാൻ, എന്നിട്ട് അതിന്റെ പേരിൽ ഷൈൻ ചെയ്യാൻ, എന്നിട്ട് അതും വെച്ചോണ്ട് കണ്ടവന്റെ മുതുകത്തോട്ട് കുതിര കയറാൻ. അല്ല സാറിന് എന്തിനാണ് സാർ എന്നെ വിളിപ്പിച്ചത്? അത് പറഞ്ഞില്ലല്ലോ ഇതുവരെ. ശബ്ദപ്പെടുത്തി സംസാരം എന്നോടല്ല, അത് താഴെ ശിഹാബിനെ പോലുള്ളവരോട്, കൺഫേർഡ് IPS-കാരോട്. അത്ര മതി, കേട്ടല്ലോ. സർ. മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചൊരു സ്പെഷ്യൽ അസൈൻമെന്റ് തന്നു എന്ന് വിചാരിച്ചിട്ട് IG-യുടെ IPS-ന്റെ ഒന്നും തലയ്ക്ക് മുകളിൽ ആവരുതാ അധികാരം. നിന്നെ പോലൊരു പെറ്റി അസിസ്റ്റന്റ് കമ്മീഷണർക്ക് അത് നരിയായാലും പുലിയായാലും. അല്ലെങ്കിൽ തന്നെ താങ്ങി നിർത്തിയവനെ തള്ളി താഴേക്കിടാൻ എത്ര മണിക്കൂറാണ് നമ്മുടെ സ്റ്റേറ്റ് ചീഫിന്? സർ, ഇറ്റ്സ് നോട്ട് മൈ ബ്ലഡി ബിസിനസ് ടു കൗണ്ട്. ഇപ്പോഴും ഇതെന്താ നീ ഇങ്ങനെ? എന്താണ് നിന്റെ കോംപ്ലക്സ്? എന്തിനാ നിന്റെ ഈ ഫ്രസ്ട്രേഷൻ? കട്ട് ദ റോഡ് സർ. വാട്ട്? ഐ സെഡ് കട്ട് ദ റബിഷ് പ്ലീസ്. കഷ്ടം. എത്ര ശാസിച്ചാലും ശരി, എത്ര ഉപദേശിച്ചാലും ശരി അടങ്ങില്ല. ആങ്കർ അൺബ്രൈഡൽഡ്. അത് തന്നെയാ നീ ഇപ്പോഴും എപ്പോഴും. അല്ലടാ. സാർ വിളിപ്പിച്ചത് എന്തിനാണെന്ന് പറഞ്ഞില്ല. വിളിപ്പിച്ച് നീ നന്നാവോ എന്നൊന്ന് ശ്രമിച്ചു നോക്കാൻ, ഒരു ലാസ്റ്റ് ട്രൈ, ഒന്ന് സഹായിക്കും. നരി, വൃത്തികെട്ടൊരു കേസായത് കണ്ടില്ലേ? ആണും പെണ്ണും കുട്ടിയും കുടുംബം അടക്കം ഓരോന്നായിട്ട് തീർത്തോണ്ടിരിക്കാവന്മാര്, ശത്രുഭാഗത്ത് നിൽക്കുന്നവര്, അവരാരൊക്കെയാണെങ്കിലും. സർ, ഹെൽപ്പ് ചെയ്യാൻ തന്നെയാടാ വിളിപ്പിച്ചത്. സ്നേഹം കൊണ്ട്, ചില പഴയ കടപ്പാടുകൾ ഓർമ്മിച്ചിട്ട്. ഏതെങ്കിലും ബെറ്റർ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ മുഖ്യമന്ത്രിയോട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. നിന്നെ ഒഴിവാക്കി തരാം. യു ജസ്റ്റ് വിഡ്രോ ഓർ റാപ്പ് ഇറ്റ് അപ്പ്. ഇല്ലെങ്കിലോ സർ? ഇല്ലെങ്കിൽ പിന്നെ ജലപാലനെ നീ തല്ലിയ ഇൻസിഡന്റ്, ഫോറസ്റ്റുകാരുടെ സ്റ്റേറ്റ് വൈഡ് പ്രൊട്ടസ്റ്റ്, പിന്നെ നീ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ജോസിന്റെ ഫാമിലി ചത്തുമലച്ച് കുപ്പക്കാട്ടിൽ കിടന്ന അടക്കം, നിന്റെ നൊട്ടോറിറ്റിക്ക് എല്ലാം ചേർത്ത് ഒരു സസ്പെൻഷൻ ഓർഡർ അടിച്ച് കയ്യിൽ വെച്ച് തരും. തൊപ്പി ഞാൻ ഊരി വെപ്പിക്കും. തൽക്കാലത്തേക്കായാലും അതിനപ്പുറത്തേക്കായാലും. Then better you do it, sir.
എന്താണ്? I said prove your balls. ആ പാട്ടി തന്ത തൊലഞ്ഞു പോലെ റോഡിൽ കിടന്ന് പൊട്ടിത്തെറിക്കണ്ടെന്ന് ഒരു ഔദാര്യം കാണിച്ചപ്പോ You dirty beast. ബീസ്റ്റ്, അനിമൽ, മൃഗം, നരാധമൻ. നരേന്ദ്രൻ എന്ന സാധാ സബ് ഇൻസ്പെക്ടർക്ക് ബീസ്റ്റ് എന്ന വിളിപ്പേര് കൽപ്പിച്ചത് ഒരു ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റാ പണ്ട്, ഒരുപാട് കൊല്ലം മുമ്പ്. പഴയ ഹസൻ മൊയ്തീൻ കസ്റ്റഡി മരണ കേസ്. പറയണോ? പഴയത് ഓരോന്ന് ഓർമ്മിപ്പിക്കണമെന്ന് ഞാൻ. IPS നോവൈസ് ബാലഗോപാൽ എന്ന് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് ആസ് ട്രെയിനി. നരേന്ദ്രൻ എന്ന പെറ്റി സബ് ഇൻസ്പെക്ടർക്ക് സ്റ്റേഷൻ ചാർജ്. ചട്ടം പഴക്കാൻ ഇപ്പൊ താഴെയായി പോയ കൺഫേർഡ് IPS കാരൻ മലപ്പുറം ഡെപ്യൂട്ടി SP ഷിഹാബുദ്ദീൻ. അന്ന് നിലമ്പൂരെ പഴയ പറ്റുപടിക്കാരി കെട്ടിലമ്മയുടെ പ്രീഡിഗിരിക്കാരി പുത്രിക്ക് ഒരു കത്ത് കൊടുത്തുപോയ വൈരാഗ്യത്തിന് അവരുടെ റബ്ബർ സ്റ്റേറ്റിന്റെ പുകപ്പുരയെന്ന് ഷീറ്റ് മോഷ്ടിച്ചു വന്ന കള്ളപ്പരാതിയിൽ ഹസൻ മൊയ്തീൻ എന്ന പാവം ഡിഗ്രി വിദ്യാർത്ഥിയെ നിങ്ങൾ ഒരു അർദ്ധരാത്രി കസ്റ്റഡിയിൽ എടുപ്പിച്ചു. എന്റെയും ഷിഹാബിന്റെയും എതിർപ്പിന് കൂസാതെ AR ക്യാമ്പിലെ വിറകുപുരയിൽ നിങ്ങൾ ഹസൻ മൊയ്തീനെ ചോദ്യം ചെയ്തു. ഒരു രാത്രിയും ഒരു പകല് മുഴുവൻ പാവം 19 വയസ്സുകാരനെ ഇരുത്തിയും കിടത്തിയും ഉരുട്ടിയും കീഴ്മേൽ കൊളുത്തിയും ഗരുഡൻ പറത്തിയും ഭേദ്യം. ഒടുവിൽ അസ്ഥാനത്ത് ഒറ്റച്ചവിട്ടിന്റെ കയ്യബദ്ധം. രക്തം വാർന്ന് വീണ് വിളറിപ്പോയി നിരപരാധിയെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചത് സബ് ഇൻസ്പെക്ടർ നരേന്ദ്രൻ, നരാധമൻ, മൃഗം. സ്പെഷ്യൽ ലീവ് എടുത്തവന്റെ ദണ്ണക്കിടക്ക് കാവൽ നിന്നത് 10 രാവും 10 പകലും നരേന്ദ്രൻ ദ ബീസ്റ്റ്. 11-ാം പക്കം ഹസൻ മോദിന്റെ ചൂടറങ്ങിപ്പോയ കിളിന്ത് മയ്യത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് കിടത്തുമ്പോ പുറത്ത് മോർച്ചറി വരാന്തയിൽ ഇരുട്ടിൽ ഷിഹാബുദ്ദീൻ ഒരൊറ്റയാൾ സാക്ഷി ബാലഗോപാൽ എന്ന യങ് ടെഫ്റ്റ് ഡാഷിംഗ് ഡെബണയർ IPS പുതുമോടിക്കാരൻ നരേന്ദ്രൻ എന്ന പെറ്റി സബ് ഇൻസ്പെക്ടറുടെ ബൂട്ടിട്ട കാലിൽ കെട്ടി വീണ് കരഞ്ഞു. മൂക്കിന് താഴെ രോമം കെളുത്ത ഒരാണും കറിയാത്തതുപോലെ. അത്ര നാണം കെട്ട്, അത്ര അറപ്പിച്ച്. കഷ്ടിച്ച് 8 മാസം സർവീസ് തികച്ചിട്ടില്ലാത്ത പുത്തൻകൂറ്റുകാരൻ IPS ട്രെയിനിയെ പട്ടം കൈവിട്ടു പോകാതെ സംരക്ഷിച്ചെടുക്കാൻ ഡിപ്പാർട്ട്മെന്റിലെ വർഗബോധമുള്ള അപ്പർ ക്ലാസ് ബുദ്ധിശാലകൾ കച്ചകെട്ടി ഇറങ്ങിയപ്പോ വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റ്സും റിപ്പോർട്ട്സും എന്തിന് ചത്തവന്റെ മൊഴി അടക്കം സകല റെക്കോർഡ്സും കീഴ്മേൽ മറിഞ്ഞു ഒറ്റ ദിവസം കൊണ്ട്. ഒടുവിൽ പെട്ടുപോയത് ഹസൻ മൊയ്ദിനെ കസ്റ്റഡിയിലെടുത്ത സ്റ്റേഷൻ ചാർജുകാരൻ സബ് ഇൻസ്പെക്ടർ നരേന്ദ്രൻ ഒറ്റയ്ക്ക്. ക്ഷമിച്ചത് സത്യം വിളിച്ചു പറയാൻ എന്റെ നാവിന് നട്ടല് പറഞ്ഞിട്ടല്ല, പുറത്തു തന്നത് മനസാക്ഷിക്ക് മലപ്പുറം പോലീസ് ക്യാമ്പിലെ പീരങ്കി മൈതാനത്തിന്റെ വിശാല വിസ്തൃതികൊണ്ടുമല്ല. നരച്ചു ജലബാധിച്ചൊരു വൃദ്ധന്റെ കണ്ണീരിന് മുന്നിൽ നിശേഷം തോറ്റുപോയത് കൊണ്ട്. അതേടാ, തെരുവിൽ ബോംബ് പൊട്ടി തല തെറിച്ച് തൊലഞ്ഞുപോയ എന്റെ അച്ഛന്റെ പഴയ ചങ്ങാതി, സഹപാഠി, മേലോഫീസർ, റിട്ടയർഡ് SP മാരാർ നിന്റെ തന്ത മുറ്റത്ത് വന്നു മകന്റെ ജീവിതം ഭിക്ഷ ചോദിച്ചപ്പോ പറ്റില്ലെന്ന് മുഖമട ചാട്ടാനുള്ള പിറവി ദോഷം എനിക്ക് ഇല്ലാതെ പോയി. അച്ഛൻ എന്ന വാക്കിന്റെ അർത്ഥം എനിക്ക് അറിയാവുന്നത് കൊണ്ട്, അച്ഛന്റെ വില അറിയാവുന്നത് കൊണ്ട്. നിനക്കത് ഇല്ലാതെ പോയി ബാലഗോപാല, ഇല്ലാതെ പോയി. കുറ്റം ചെയ്യാതെ ശിക്ഷ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവന് മാറി മാറി കോടതികൾ കയറി ഇറങ്ങാൻ നഷ്ടപ്പെട്ടത് ജീവിതത്തിലെ 10 കൊല്ലം. ഒടുവിൽ കൽപ്പിച്ച് 8 വർഷം കഠിന തടവ്, പിഴ. ഉത്തരവ് വായിച്ചു കേട്ട് കോടതി തിണ്ടയിൽ എന്റെ പാവം വക്കീൽ എന്റെ ഭാര്യ ബോധം കെട്ടി വീഴുമ്പോ അവളുടെ വയറ്റിൽ എന്റെ കുട്ടി ഉണ്ടായിരുന്നു. ഗർഭം തികയാതെ അവൾ പെറ്റുപോയവൻ, നിത്യരോഗി, ഇപ്പോഴും എന്റെ മകൻ. ഒടുവിൽ മേൽക്കോടതി ദയാദാക്ഷിണ്യത്തിൽ കുറ്റവിമുക്തനാക്കും വരെ പിറ്റ് തീറാക്കാൻ ഒരു താലി ചെയിൻ പോലും മിച്ചമില്ലാത്ത ഗതികേടിലും ഒരിക്കലും ഭിക്ഷ യാചിച്ച് ഒരു പൊട്ടിയുടെ മുമ്പിൽ പോയിട്ടില്ല, ഒരു യജമാനന്റെ മുറ്റം ചവിട്ടിയിട്ടില്ല നരേന്ദ്രൻ. പക്ഷെ ഇപ്പൊ നിനക്കെന്നെ സഹായിക്കണമല്ല. ഓർമ്മയുണ്ടോ, ഒരിക്കലും ഒരു രാത്രി എന്റെ വാടക വീട് അന്വേഷിച്ചു പിടിച്ചു വന്നു SP ബാലഗോപാലൻ. ഞാൻ ജയിലിൽ കിടക്കുമ്പോ എന്റെ ദുരിതം അന്വേഷിക്കാനല്ല, ഭർത്താവ് അകത്തും ചെറുപ്പക്കാരി ഭാര്യ പുറത്തുമായി പോയതിന്റെ ദുഃഖം തീർത്തു കൊടുത്ത് സഹായിക്കാൻ, എന്റെ ഭാര്യയെ ഒപ്പം കിടക്കാൻ ക്ഷണിക്കാനല്ലടാ. അതേടാ, അന്ന് അവൾക്കിത് തരാൻ കെൽപ്പില്ലാതെ പോയി. ഓങ്ങി വെച്ചതാ ഞാൻ ഒരുപാട് കൊല്ലം കൊണ്ട് ഒരു അവസരത്തിന് വേണ്ടി. ഫ്രസ്ട്രേഷൻ തീർക്കണം നിനക്ക്. എന്റെ കോംപ്ലക്സ് എന്താണെന്ന് അറിയണം നിനക്ക്. അതല്ലേ നീ വിളിപ്പിച്ചത്. ഐ ഹാവ് നോ ഫ്രസ്ട്രേഷൻസ്. ഒരു നിരപരാധിയുടെയും രക്തം പുരണ്ടിട്ടില്ല നരേന്ദ്രന്റെ കയ്യില്. എന്നിട്ടും ഒറ്റ മകൻ കസ്റ്റഡിയിൽ മരിച്ച ദുഃഖം ഇനിയും കുടിച്ചു തീർത്തിട്ടില്ലാത്ത ഹസൻ മൊയ്തീന്റെ വൃദ്ധരായ ഉമ്മയ്ക്കും പാപ്പയ്ക്കും എന്റെ തുച്ഛ വരുമാനത്തിൽ നിന്ന് ഇപ്പോഴും മുറതെറ്റാതെ ഒരു തുക എത്തിച്ചു കൊടുക്കുന്നുണ്ട് നരേന്ദ്രൻ. ഓരോ മാസത്തിലും ഒരു കുറ്റബോധമില്ല നരേന്ദ്രന്. ബട്ട് യു ഹാവ് ഫ്രസ്ട്രേഷൻസ്, യു ആർ സ്കെയർഡ്. അതുകൊണ്ടാണ് നീ എന്നെ വിളിപ്പിച്ചത്. പക്ഷെ ബാലഗോപാലൻ, മോർച്ചറിയിൽ ജോസിന്റെ ബോഡി കിടത്തിയതിനപ്പുറം എന്റെ മുന്നിൽ നിൽക്കുമ്പോ അസിസ്റ്റന്റ് പോലീസ് സർജൻ ഡോക്ടർ രത്നകുമാരി, നിന്റെ ഭാര്യ, അവരുടെ മുഖത്ത് ഞാൻ കണ്ട ഭീതി, അന്നൊരു 2 മിനിറ്റ് മാറ്റി നിർത്തി സംസാരിച്ചപ്പോൾ ഞാൻ കേട്ട ചങ്കിടിപ്പ്, അതിനിപ്പോഴും തെളിഞ്ഞിട്ടില്ലാത്ത അർത്ഥങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ പിന്നെ ബാലഗോപാലൻ സാറേ, ഐ വിൽ ഹണ്ട് യു ഡൗൺ. നിന്നെ വേട്ടയാടി പിടിക്കും.
നരി, അനിമൽ. അന്ന് നിന്റെ തലയിലിരിക്കുന്ന തൊപ്പി, എന്റെ ഭിക്ഷ, നിന്റെ ഈ IPS, അതിന്റെ അലങ്കാരങ്ങൾ, നക്സലൈറ്റ്സ്, ആലഭാരങ്ങൾ അഴിച്ചു വെപ്പിക്കും നരേന്ദ്രൻ, ഓരോന്നോരോന്നോരോന്നായിട്ട്. അതേടാ, അതിനു മുമ്പ് എന്റെ തൊപ്പി നീ അഴിച്ചു വെപ്പിക്കുമെങ്കിൽ then come on, do it. Prove your balls, you should dare. You should dare.